സ്കിറ്റ് റൗണ്ട് ഏതായാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാതിരി നല്ല ഒരു കോമഡി ആയിരിക്കും. തീർച്ചയായും നിങ്ങളിത് കണ്ട് ഈ കൊച്ചു ടീമിനെ അനുഗ്രഹിക്കണം. സാധാരണയായി ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന നാടകങ്ങൾ പൊതുവെ തട്ടിക്കൂട്ട് നാടകങ്ങളായിരിക്കും. എന്നാൽ സ്ഥിരമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരാൾ അവസാന നിമിഷം കാലുമാറിയപ്പോൾ പകരം ഒരാളെ ഉപയോഗിച്ച് ഈ നാടകം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സംവിധായകന്റെ കഥയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാരും റെഡിയാണോ? എല്ലാരും പുതിയ ആൾക്കാരൊക്കെ റെഡിയാണോ? രംഗത്ത് മുതലാളി. ചങ്കത്ത് മുതലാളിയോ? ചങ്കത്തല്ലടാ, രംഗത്ത് മുതലാളി എന്ന്. ആരാണ് ഈ മുതലാളി? ആരാണ്? എടാ മീൻകാരൻ കുഞ്ഞപ്പച്ചേട്ടന്റെ മകൻ സുനി. അവനാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോടാ. ഈ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് പാടാ. നേരെ നോക്കുന്നു, നേരെ നോക്കുന്നു. എന്റെ നേരെയല്ല, ഓഡിയൻസിന്റെ നേരെ നോക്ക്. ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പ്രകാശം വരുമ്പോ പ്രകാശം വരണേ ഞാൻ കളിക്കില്ല. എടാ അതല്ല, പ്രകാശം എന്ന് പറഞ്ഞ വെളിച്ചം വരുമ്പോ മുതലാളി ഉലാത്തുന്നു. മുതലാളി ഉലത്തണ? മുതലാളി ഉലത്തണമെന്നല്ല, പിന്നെ മുതലാളി ഉലാത്തുന്നു എന്ന് വെച്ചാ എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതിനാണ് കുലാത്തണ കുലാത്തണ പറയണത്. ഈ ഉലാത്തിക്ക് കലക്കി 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 നീ പറയരുത്. മുതലാളി വേലക്കാരി രാധയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഈ മീൻകാരന്റെ മകനെ നാടകത്തിൽ കയറ്റണ്ടെന്ന്. എടാ നാടകത്തിന്റെ ശൈലിയിൽ 3 വട്ടം വിളിക്ക്. അയ്യോ, ശബ്ദ ഗാംഭീര്യത്തിൽ വിളിക്കൂ. രാധ വരുന്നു, രാധ വരുന്നു, രാധയല്ല രാധവ, രാധവ, രാഘവ, രാഘവ, രാഘവനല്ല രാധവൻ. ആ പെണ്ണുമ്പിള്ള ഒരുങ്ങിട്ടുണ്ടെങ്കിൽ വരാൻ പറ. ഇങ്ങോട്ട് വാടി. രാധയെ കണ്ട മുതലാളുടെ മുഖത്ത് പുച്ഛം. എന്താണ് എന്താണ് സുനി? കോച്ചിനെ പിടിച്ചേ മതി. ആ സാധനം മുഖത്തിരുന്ന് കടിക്കില്ലായിരുന്ന എന്ത് പൂച്ച? പൂച്ചയല്ല, മുതലാളുടെ മുഖത്ത് പുച്ഛം. അതെന്നാ സാധനടാ? പുച്ച അറിയില്ല, കണ്ടിട്ട് പോലുമില്ല. ഇങ്ങോട്ട് നോക്കൂ. ഇത് കണ്ട രാധ പുഞ്ചിരി തൂകുന്നു. അയ്യോ അമ്മേ, എനിക്ക് പ്രസവിക്കാനല്ല പറഞ്ഞ പുഞ്ചിരി തൂകട്ടെ. ഇതെന്തായി കാണിച്ചത്? പുഞ്ചിരി തൂക്കിയതാ. മതി മതി മതി. മിണ്ടാതെ നിൽക്കുന്ന രാധയെ കണ്ടിട്ട് മുതലാളി അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കണം, രാധേ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഓക്കെ, എന്താണ് അയ്യോ മുണ്ടില്ലാതെയല്ല, രാധേ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിഭവമാണോ അതോ പിണക്കമാണോ? ഓക്കെ, എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിപ്പോടെ വേണോ അതോ പിണ്ണാക്ക് വേണോ? നിന്റെ അച്ഛൻ ചാക നടത്തിക്കൊണ്ടിരിക്കുന്ന രാധയുടെ ഡയലോഗ്. 4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെയിലത്ത് വന്ന ഞാൻ വെയിലത്തല്ലടി പെണ്ണുമ്പോൾ വേലക്ക് വന്ന ഞാൻ 6 മാസം ഗർഭിണിയാണ്. ഗർഭിണിയല്ല, ഗർഭിണിയാണ്. 6 മാസം ഗർഭിണി. എന്തൊരു മണിമണി എടി പെണ്ണുമ്പോൾ അബ്രത്തിന്റെ ഭാ. ആ പറഞ്ഞ അബ്രത്തിന്റെ ഭാ. അതൊരു ഉത്തരവാദി ഞാനല്ല. രാധയെ മുതലാളി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. രാധയെ മുതലാളി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്റെ ദൈവമേ, അത് ബലാത്സംഗം ചെയ്യണം, ചെയ്തേ പറ്റൂ. ഞാൻ ചെയ്യല. അത് പോട്ടെ, ആ സീൻ പോട്ടെ. രാധയുടെ ഡയലോഗ്. എന്റെ വയറ്റിൽ വളരുന്ന വയറ്റിലല്ല കുണ്ടന്നൂരി, സോറി കുണ്ടന്നൂരി വളരുന്ന എടി എന്റെ വയറ്റിൽ വളരുന്ന എടി അവന്റെ വയറ്റിൽ വളരുന്ന അയ്യോ നിന്റെ വയറ്റിൽ വളരുന്ന അയ്യോ എന്റെ വയറ്റിൽ വളരുന്ന രാജ്മോൻ എന്നോട് ചോദിക്കും ശംഭു ഉണ്ടോടാ? ശംഭു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറയും ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഞാൻ പറയും ഈ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന ഉണക്കമടലേ മുതലാളി ഇവിടെ ഒന്നില്ലേ, ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. രാധ കരഞ്ഞുകൊണ്ട് മുതലാളിയുടെ മാറിലേക്ക് വീഴുന്നു. മുതലാളി ആഹാ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞാനിന്ന് തകർക്കൂടാ. രാധയെ മുതലാളി ആശ്വസിപ്പിക്കുന്നു. ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഒന്ന് പോളിറക്കണം, നല്ല സുഖമുണ്ട്. ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കണം. ഇയാക്കടെ ഭാര്യ നല്ലത്, അവക്ക് ഒരുപാട് സങ്കടമുണ്ട്. അവള് കരട്ടെ. 1/2 മണിക്കൂർ കഴിയുമ്പോ ഇതുപോലത്തെ 2 സീൻ വേറെ ഉണ്ടെന്ന്. പിന്നെ കാണാടി. രാധ പോ. അയ്യോ അതല്ല രാധ പോ. രാധയുടെ ഡയലോഗ് കഴിഞ്ഞെന്നോ? അല്ലേ പിന്നെ അച്ഛൻ വരുന്നു. നീ പറയണ്ട, അച്ഛൻ വാ. എടാ നീ പേടിപ്പിക്കണേ, ഞാൻ കളിക്കലട്ടാ. അമ്മച്ചോടെ കൂടെ
നീ കിളവനാണ്. കിളവന്റെ വേഷത്തിൽ വേണം നടക്കുവാനും സംസാരിക്കാനും. ഞാൻ മ്യൂസിക് ഇട്ട് തരാം. അടിപൊളി. ഇത് കേട്ട മുതലാളി അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര. എന്നാ? ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര. ഇതാര് പറയും? എടാ ഇത് നീ പറയേണ്ട ഡയലോഗാണ്. ഞാനാണോ? ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര. ഓ ആൽഫ്രഡ് പൊറോട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നീയാണോ? എന്റെ ദൈവമേ, നിന്റെ അച്ഛൻ ചായക്കടക്കാരൻ തന്നെ സമ്മതിച്ചു. അത് പറയാൻ ബുദ്ധിമുട്ടാണ്. അവന്റെ ഡയലോഗ് മാറ്റിത്തരാം. അവന്റെ മുഖത്ത് നോക്കിയിട്ട് നീ പറയണം, നീയാണോ ഈ വില്യം റൊണാൾഡോ ഡിസൂസ? അത് മതി. ഓ അതിനടക്കം നെൻസിൽ കൊടുത്തു. നീ വന്നതിന്റെ ഉദ്ദേശം ഒന്നും അറിയില്ലേ? ഇതെന്തേ കാണിച്ചത്? അല്ല, ഒന്നും അറിയാൻ പറഞ്ഞു കേട്ടില്ലേ? എടാ അതല്ല, നാടകത്തിലെ ഡയലോഗാണ്. ഒന്നും അറിയില്ലേന്ന്. 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന എന്റെ മകൾ 4 മാസങ്ങൾക്ക് മുമ്പ് വേലക്ക് വന്ന എന്റെ മകൾ 6 മാസം ഗർഭിണിയാണ്. 4 മാസം ജോലിക്ക് വന്നു, പിന്നെ അങ്ങനെ 6 മാസമാവും. 2 മാസം ഗോപാലിനെ വിട്ട് വിലക്കുന്നായിരുന്നു. 6 മാസം ഗർഭിണിയായി. അതിന് ഉത്തരവാദി ഞാനല്ല. നീ എന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യരുത്. നീ എന്റെ പുരുഷന്റെ തത്തെ ചോദ്യം ചെയ്തത്. പുരുഷന്റെ തത്തയല്ല, പിന്നെ നിന്റെ തത്തയാണോ? എടാ പുരുഷത്വത്തെ. എടാ പുരുഷത്വത്തെ. പിന്നെ വച്ചിപ്പാട്ട് കളിക്കണോ? നാടകം കളിക്കും. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. എടാ മുതലാളിയാണ്, ഇച്ചിരി ആവേശത്തിൽ പറ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് നിന്നടാ പാർട്ടി സമ്മേളന. എന്റെ മകളെ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ പറയണം. എന്റെ മകളെ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് എടാ മരവന്തേ, എന്റെ കഴുത്തിലിട്ടൂടാ. ഞാൻ എത്ര നേരമായിട്ട് പറഞ്ഞാടാ, ഒരു സംവിധാനം, ഒരു പരിധി ഇല്ലടാ. ഒരു മുതലാളി വന്നിരിക്കുന്നു, ഓന്തിന് മൂക്കുപിടി കൊടുത്തല്ലേ ഇരിക്കുന്നു. മാറി നിൽക്കണം. ഞാൻ പറയുമ്പോ പറഞ്ഞോ വേണ്ട പറഞ്ഞോ. എന്റെ മകളെ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ഏടാ അച്ഛൻ നിന്റെ ഡയലോഗാണ് പറ. എന്റെ മകളെ നശിപ്പിച്ചത് പോരാഞ്ഞിട്ട് നിന്റെ അട്ടഹസിക്കുന്നോട് ദുഷ്ട. അയ്യോ അത്തലപുത്രങ്കി അത്തലപുത്ര. എന്റെ മകളെ നശിപ്പിച്ച് ഞാൻ കടുവത്തേറ്റോടാ പട്ടി. എന്റെ മകളെ നശിപ്പിച്ച് ഞാൻ കടുവ പട്ടി. അതിനൊന്നും തന്നെ ഞാൻ എന്താണ് അവരെന്നെ കണ്ണിട്ട് കുത്തി. അതൊന്നും പറയരുത്. അച്ഛൻ ചാടി വീഴുന്നു. അച്ഛൻ ചാടുന്നു, അച്ഛൻ വീഴുന്നു. അയ്യോ അവിടെയല്ല, മുതലാളിയുടെ പുറത്തേക്ക് ചാടി വീഴണം. അച്ഛൻ മുതലാളിയുടെ പുറത്തോട്ട് വീഴുന്നു. കഴുത്തിന് കുത്തി പിടിക്കുന്നു. മുതലാളിയുടെ കഴുത്തിന് പിടിക്കും. കഴുത്തിന് പിടിക്കുമ്പോ ചിരിക്കരുത്. കഴുത്തിനോട് ചൈക്കളാണ്. കഴുത്തിന് പിടിക്കുമ്പോ കഴുത്തിന് പിടിക്കണ എക്സ്പ്രഷൻ കാണിക്കണം. എക്സ്പ്രഷൻ. അതെന്നാ സാധന? ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ മതി മതി. തോക്കെടുത്ത് വെടിവെക്ക്. എന്റെ തോക്കില്ല. എടാ അതല്ല, വെടിവെക്കണം. ഞാൻ തോക്കെടുത്തിട്ടില്ല. അയ്യോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ, ഞാൻ ഓഡിയൻസ് കാണാറുണ്ടോ? ഓഡിയൻസ് കാണില്ലേ? തോക്ക് കിട്ടിയ മുതലേ അട്ടഹസിക്കുന്നു. അട്ടഹസിച്ചിട്ട് കട്ടിക്ക് പറഞ്ഞതാണ്. വെടിവെക്ക് വെടിവെക്ക്. ആരാ വെടിവെക്കടാ? എന്നെയല്ല, അവന് വെടിവെക്ക്. പൊട്ടണില്ല. നീ അവന്റെ തന്നെ പിടിച്ചു, ഞാൻ പൊട്ടിച്ചേരാ. മതി മതി മതിയെന്ന്. എന്റെ ദൈവം മതി മതിയെന്ന്. ആ മരിച്ചു വീഴുന്നു, മരിച്ചു വീഴുന്നു. അയ്യോ വെടിവെച്ചു. നീ എങ്ങനെയാണ് മരിച്ചു വീഴുന്നു? അവനാണ് മരിച്ചു വീഴേണ്ടത്. മരിച്ചു വീഴുന്നു. അയ്യോ ഒരു ഒറിജിനാലിറ്റി വേണം. അമ്മേ അയ്യോ ഒറിജിനാലിറ്റി. ഓ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇരിക്കുന്നത് ഡയലോഗാണ്. ഇരിക്കുന്നത് ഡയലോഗാണ്. മകം വരുന്നു. എന്നാണ് പൂരാ? അട്ടഹസിക്ക് അട്ടഹസിക്ക് അട്ടഹസിക്ക്. എന്റെ ദൈവമേ, മരിച്ചവരുടെ അട്ട കിടക്കണ. മകം വരുന്നു, മകം വരുന്നു. മകം വാ. ദേ എന്റെ ജുബ്ബയാണ്. ദുഷ്ട ഞാൻ കളിക്കില്ല. ഡയലോഗാണ്. എന്റെ അപ്പനെ പരങ്കുല പൊള്ളുന്ന എന്റെ അപ്പനെ വെറും പാളയം കൂടെ പാഴവൽ വെട്ടി വീഴ്ത്താൻ കേവലം നിന്റെ 2 വെടികൊണ്ടൊക്കെ കഴിഞ്ഞു. ഇനിയും മരിച്ചിരുന്ന എന്റെ അപ്പനെ കൊല കൊല. എവിടെ അപ്പൻ? എവിടെ? ഞാനിവിടെ. അവിടെ ഭയങ്കര ഉറുമ്പാണ്. ഇവിടെ ചത്തു കിടന്നോളാം. എല്ലാം നഷ്ടപ്പെട്ട് നിന്റെ കൂതറകൾക്ക് ബലിയാടായി. എന്റെ ഈ കുഞ്ഞു പെങ്ങൾക്കൊരു ജീവിതം നൽകുവാൻ നിന്റെ ഈ ക്യാപിറ്റലിസത്തിന് കഴിയുമോ? കഴിയുമോ? നിർത്തിക്കാതെ പെങ്കൊച്ചിന്റെ ഗർഭപാത്രം താഴെ പോയി. ഇതിന്റെ ഒരു പെങ്കൊച്ചിന് 2 ഗർഭപാത്രവും. സത്യത്തിൽ ഇതാണോ ഗർഭപാത്രം? അത് ഇതാണോ? ഇതൊന്നും അല്ലടാ ഗർഭപാത്രം. നല്ല പെർഫോമൻസ് ആയിരുന്നു. ലെറ്റ്സ് സീ ടിനേട്ടാ എത്ര